ഹലോ ഗായ്സ്, ഇന്ന് ഫുള്ള് ഞാനാണ് യൂട്യൂബിൽ സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തേക്കുന്നത്. എനിക്കൊരു ചെറിയ സ്കിൻ അലർജി ഉണ്ട്, അതുകൊണ്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. എന്നെ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ട് നടുക്കിരുത്തിയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി പിടയ്ക്കും. പിന്നെ ഞാനാണെങ്കിൽ നേരെ ചെന്നപ്പോൾ ദാണ്ട് എൻ്റെ കണ്ണിൽ ആദ്യമേ കുടിക്കാതെ എൻ്റെ ഈ ഒരു ബെഡാ ചെറുക്കനെയാണ്. ഈ ചെറുക്കൻ എന്ത് വലിപ്പാന്നറിയോ? എന്നെ കണ്ടിട്ട് ഞാൻ കുരയ്ക്കുമായിരുന്നു. ഞാനിങ്ങനെ കണ്ടത് ഷോക്കായി പോയായിരുന്നു. എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവനെ അങ്ങോട്ട്. എനിക്ക് അങ്ങോട്ടാണെങ്കിൽ അവനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇവളുമാരെന്നെ ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞു. ഇത് ആദ്യമായിട്ട് എനിക്ക് ഇഞ്ചക്ഷൻ കുത്തിയ സ്ഥലമാണ് ഗൈസ്. ഒറ്റ ഡേയിൽ എനിക്ക് 3 ഇഞ്ചക്ഷനാണ് എൻ്റെ കുണ്ടിയുടെ പല ഭാഗത്തായിട്ട് കുത്തിയത്. ആ ഓർമ്മ എനിക്ക് ഈ ടേബിളിലുണ്ട്. പക്ഷെ ഇന്ന് ഈ അലർജി ആയതുകൊണ്ട് എനിക്കിന്ന് ഇഞ്ചക്ഷൻ കുത്താനൊന്നും ഒരു ചാൻസ് ഉണ്ടാകത്തില്ല. കാരണം അലർജി അല്ലയോ. ഓർമ്മൻ്റെ ഗുളിക തന്നെ ഇങ്ങനെ വിടും. അങ്ങനൊരു പ്രതീക്ഷയിലും ഞാൻ ഇരിക്കുന്നത്. ഞാനും മാറിപ്പോയി എനിക്കറിയത്തില്ല. ഡോക്ടർ വന്നാലേ അറിയത്തില്ല. ആ ഡോക്ടർ വന്ന് ഈ ഡോക്ടറിൻ്റെ കരിശു ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു. ഞാൻ ചിന്തിച്ചായിരുന്നു എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന്. എനിക്ക് ഇഞ്ചക്ഷനൊക്കെ പേടിയ. അയ്യോ അയ്യോ ഇവരെന്നെ കുത്ത്. അയ്യോ എനിക്ക് വയ്യൻ്റെ അമ്മേ. അയ്യോയ്യോ ഇവൾ തിരുമ്മി തരുന്നതിന് കൂടുതലും വേദന എടുക്കുന്നത്. എന്തോ പറഞ്ഞായിരുന്നു. പിന്നെ കഴിഞ്ഞ വട്ടത്തിൻ്റെ അത്ര ഞാൻ ഇത്ര ചെറുതല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ വേദനയൊന്നും ഇല്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വയ്യാഴിക മാറാനായോണ്ട് സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങോട്ട് കുത്തിയാ എനിക്കങ്ങോട്ട് ഫീലായിപ്പോയി. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവരാണെങ്കിൽ പറഞ്ഞതുമില്ല. കാരണം സ്കിൻ അലർജി ആയിട്ട് വന്ന് എന്നെ ഇവർ കുത്തിക്കളഞ്ഞല്ലോ ഈശ്വര. എന്തോ പറയാനോ ഒന്നും പറയാനും പറ്റത്തില്ല. വിഷമായിപ്പോയി. ഓ ഇനി നീ അവളെ തൊളണ്ട. പോ, കൈയെടുത്തോ. അല്ലാതെ എങ്കിലും എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അവൻ എന്നെ കൊണ്ട് കുരപ്പിച്ച് ഇവിടെ വന്നിട്ട് എന്നെ ഇഞ്ചക്ഷൻ കുത്തി. എന്തൊക്കെയാ ഞാൻ കാണണ്ട. എന്നെ വീട്ടിൽ കൊണ്ടുപോക്കും മര്യാദയ്ക്ക്. അപ്പം ഞങ്ങൾ പോവാണ്. ഇത്രയുള്ള വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇനി ഇവിടെ ചെന്നിട്ട് കുത്തിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ നേരെ ഇറങ്ങി ഇവളുടെ കൂട്ടുകാരി എന്തോ സ്ലിപ്പ് മേടിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം അതിൻ്റെ പേരിലിങ്ങനെ പോവാ. ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വിശേഷം. എനിക്ക് അങ്ങോട്ട് ദാഹിക്കുന്നു. ഞാൻ നല്ല വെള്ളം കുടിക്കുന്ന പാർട്ടിയാണ്. നല്ല ദാഹിക്കുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് വയ്യ കേഷ്. ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ ഡിസീസ് കേഷ്. ഇതാണ് എൻ്റെ അലർജി വന്ന ഭാഗം. നിങ്ങൾ കണ്ടില്ലേ? എത്രയേ ഉള്ളായിരുന്നു. ഒരു ഓയിൻമെൻറ്റ് കഴിയേണ്ട കാര്യമാണ് ഇവളമാരെന്നെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുപ്പിച്ച്. പിന്നെ കടയിൽ നിർത്തിയപ്പോൾ എനിക്ക് വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും മേടിച്ച് തരാനായിരിക്കുന്നു. പക്ഷെ അവൾ മാഗി മേടിക്കാനാണ് കേസ് പോയത്. പിന്നെ മാഗി പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് തിരുന്നില്ല, ഞാൻ തിന്നും. എനിക്കങ്ങനെ പരാതിയും പരിഭവമൊന്നും ഇല്ലാത്ത കൂട്ടരാണ്. ഞാനെല്ലാം തിന്നും. എനിക്കങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇവൾ 2 ചെറിയ ഹിപ്പി മേടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നേരെ ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവള് എന്നെ നോക്കിയൊന്ന് കാണിച്ച്. ഞാൻ വിചാരിച്ചു എനിക്ക് കഴിഞ്ഞ വട്ടം അവള് മേടിച്ചു തന്ന പോലെ സിപ്പപ്പം മേടിച്ചു തന്നെയായിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത് സാധനം അടുത്ത് വന്നപ്പോഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടിയുള്ളൂ എത്തിയെന്ന്. പിന്നെ ഇവരെന്നെ ഏതൊക്കെയോ വയലിൻ്റെ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ നിർത്തി. എനിക്ക് അത്ര താല്പര്യമില്ലാതെ ഞാൻ ഒന്നും പോസ് ചെയ്തില്ല. എനിക്ക് വീട്ടിൽ ചെന്നാൽ മതി. ഞാൻ ഭയങ്കര ക്ഷീണത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഇതാണ് സ്ഥലം അടിപൊളിയാണ്. പക്ഷെ ഞാൻ നല്ല മൂഡിലാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നേനെ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് എനിക്ക് എന്ത് മൂടാ. എനിക്ക് ആകെ മൊത്തം കുണ്ടി വേദന എടുത്തിരിക്കുക. ഞാൻ ഇങ്ങനെ ഇവളുമാരോട് പറയും. ഇങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. കിടക്കുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.